ഈശോമിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ കോറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം 4-ാം തിരുവചനം നമുക്കെല്ലാവർക്കും അറിയാവുന്ന വചനമാണ്. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമാണ് പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ ഉപയോഗിച്ച് ശുശ്രൂഷ ചെയ്യുക, പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കുക, പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുക, പരിശുദ്ധാത്മാവ് തരുന്ന ദർശനങ്ങൾ സ്വീകരിക്കുക എന്നൊക്കെ. ഇതാഗ്രഹിച്ച് നമ്മൾ ഒത്തിരി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക ധ്യാനം കൂടുകയും വരദാന വളർച്ച ധ്യാനം കൂടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും ഈ പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചറിയുവാനോ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ ഉപയോഗിക്കുവാനോ സാധിക്കാതെ പോകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവരാണ്. സന്തോഷത്തിൻ്റെ 2-ാം ദിവ്യരഹസ്യത്തിൽ നമ്മൾ ഇപ്രകാരം ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്: പരിശുദ്ധ ദൈവമാതാവ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതിന് ശേഷം തൻ്റെ ഇളയമയായ എലിസബത്തിനെ സന്ദർശിച്ച് 3 മാസത്തോളം ശുശ്രൂഷ ചെയ്തു എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധാത്മാവുമായുള്ള ഒരു വ്യക്തി ബന്ധത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഒരു ശുശ്രൂഷ മനോഭാവം കടന്നു വരും. മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്: അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ എളിമയോടുകൂടി താഴ്മയോടുകൂടി ശുശ്രൂഷ മനോഭാവത്തോടുകൂടി നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കും. ഞങ്ങളുടെ രൂപതയിലെ ഒരു കൺവെൻഷന് എനിക്ക് കിട്ടിയ ഡ്യൂട്ടി ട്രാഫിക് ഡ്യൂട്ടിയാണ്. ഒരു കോളേജിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വണ്ടി വരുന്നത് ക്രമീകരിച്ച് പാർക്ക് ചെയ്യുക, ഇതാണ് എൻ്റെ ഡ്യൂട്ടി. അപ്പോൾ ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഓരോരുത്തർ വരും. കാരണം നമുക്കറിയാം, കൺവെൻഷന് അല്ലെങ്കിൽ ധ്യാനത്തിനൊക്കെ വരുന്നവർ പലവിധ പ്രശ്നങ്ങളുമായിട്ടാണ് കടന്നു വരുന്നത്. അപ്പോൾ അവർ വരുമ്പോൾ അവരോട് ഞാൻ പറയും, ഇന്ന സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്യുകയാണെങ്കിൽ മറ്റു വണ്ടികൾക്കും കൂടി പാർക്ക് ചെയ്യാനൊരു അവസരമുണ്ട്, അതുകൊണ്ട് അങ്ങോട്ടൊക്കെ വണ്ടി കയറ്റിയിടാവോ എന്ന് ചോദിക്കുമ്പോൾ അവർ ചോദിക്കും, ഇവിടെ ഇട്ട് വണ്ടി ഇട്ടാലാണ് കുഴപ്പം എന്നിങ്ങനെ എന്നോടിങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ഞാൻ ഒരു കുഴപ്പമില്ല, ഇവിടെ തന്നെ ഇട്ടോളൂ എന്നിങ്ങനെ പറയുമ്പോൾ അവരുടെ ഉള്ളിലെ ഒരു മനസ്സിൽ തോന്നി അവർ വണ്ടി ഞാൻ ആദ്യം പറഞ്ഞ സ്ഥലത്തേക്ക് തന്നെ വണ്ടി ഇങ്ങനെ കയറ്റിയിടും. ഇതുപോലെ പലരും വരുമ്പോൾ ഇങ്ങനെ വന്ന് ഉടക്കും. അവരോടൊക്കെ സ്നേഹത്തോടെ ചേട്ടൻ്റെ ഇഷ്ടം പോലെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തു എന്നിങ്ങനെ പറയുമ്പോൾ അവർ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് അവർ തന്നെ വണ്ടി പാർക്ക് ചെയ്യുവാൻ തുടങ്ങി. അങ്ങനെ 5 ദിവസം കഴിഞ്ഞ് ഇവർ പോകുന്ന സമയമായപ്പോൾ ഇവരൊക്കെ എൻ്റെ അടുക്കൽ വന്ന് കൈതന്നിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെയെന്ന് പറഞ്ഞു. കാരണം ഇതിനു മുമ്പൊക്കെ ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ആരുടെയും ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ ഇവിടെ വണ്ടി പാർക്ക് ചെയ്താൽ എന്താ കുഴപ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം ഞങ്ങളോട് കയറി ഉടക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷേ എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാനൊരു കുഴപ്പമില്ല, അവിടെ വണ്ടി കിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ ഒരു സ്നേഹത്തിൻ്റെ ഒരു സ്പർശനമുണ്ടായി എന്ന് പറഞ്ഞ് എല്ലാവരും കൈതന്ന് ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ആ കൺവെൻഷൻ കഴിഞ്ഞ് അവർ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് ഞാൻ എന്നെ തന്നെ ഉയർത്തി പറയുന്നതൊന്നുമല്ല. നമ്മുടെ ജീവിതത്തിൽ, കാരണം പല സ്ഥലങ്ങളിലും ഒക്കെ പോയവർക്കറിയാം, ചിലയിടത്തൊക്കെ ധ്യാനത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് തിരിഞ്ഞാൽ പ്രശ്നം, ഇങ്ങോട്ട് തിരിഞ്ഞാൽ പ്രശ്നം, ഒന്ന് ചുമച്ചാൽ പ്രശ്നം, ഇവരെല്ലാം വടിയുമായിട്ട് നമ്മുടെ പുറകെ ഓടി നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിനോട് കൂടെ പരിശുദ്ധാത്മാവിൻ്റെ ഹിതമനുസരിച്ച് നമ്മൾ എളിമയോടുകൂടി വിനയത്തോടുകൂടി നമ്മൾ ശുശ്രൂഷ മേഖലയിൽ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കും. ഞാൻ അറിയുന്ന ഒരു വ്യക്തി ഒരു പ്രത്യേക ഒരു ശുശ്രൂഷ മേഖലയിലേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ എപ്പോഴും കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഈ വ്യക്തിയാണ്. ഈ ഒരു ശുശ്രൂഷ മേഖലയിലേക്ക് ഉയർത്തപ്പെട്ടതിന് ശേഷം ആ വ്യക്തി കണ്ടാൽ വേണ്ടില്ല, നേരെ വന്നു കഴിഞ്ഞാൽ മുഖം തിരിച്ചു പിടിച്ച് പോകുവാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാൻ സാധിക്കാതെ പോകും. നമ്മളെല്ലാവരെയും സ്നേഹിക്കണം, എല്ലാവരെയും ചേർത്ത് പിടിക്കണം, മറ്റുള്ളവർക്ക് ശുശ്രൂഷ മേഖലയിലാണെങ്കിലും അവസരങ്ങൾ ഒരുക്കി കൊടുക്കണം. അപ്പോഴാണ് പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ അവസരം കൊടുക്കുന്നത്. എളിമയോടുകൂടി വിനയത്തോടുകൂടി സ്നേഹത്തോടുകൂടി പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടമനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ വെളിപ്പെടുവാൻ തുടങ്ങും. പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കുവാൻ പരിശുദ്ധാത്മാവിനോടൊത്ത് യാത്ര ചെയ്ത് ശക്തരായ അഭിഷേകമുള്ള ശുശ്രൂഷകരായിട്ട് മാറുവാൻ നിങ്ങളെ ഓരോരുത്തരെയും നിത്യസഹായകനായ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാമോദീസായിലൂടെ നമ്മുടെ ഉള്ളിൽ നിത്യം വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാതെ പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടം മാത്രം നോക്കി മുൻപോട്ട് പോകുന്നവരായിട്ട് മാറുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടമണവാട്ടിയായ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു.
വിശുദ്ധ മിഖായേൽ ദൂതൻ്റെ സംരക്ഷണവും മാധ്യസ്ഥവും എപ്പോഴും നമ്മൾ ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.